ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന് ഓമയ്ക്ക തോരനും മത്തങ്ങ കറിയുമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സൈഡ് ഡിഷാണ്. നമ്മുടെ ഓമയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം, മത്തങ്ങ കറിക്കുള്ളതും അരിഞ്ഞെടുക്കാം. കറിക്ക് ആവശ്യമായ മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് മത്തങ്ങയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാം. തോരനായിട്ട് വെക്കാൻ പോകുന്നത് പച്ച പപ്പായയാണ്, കപ്പളങ്ങ, അത് സവാളയും പച്ചമുളകും ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. മത്തങ്ങ കറിക്ക് ആവശ്യമായ തേങ്ങ, ജീരകം, വെളുത്തുള്ളി 2 കുഞ്ഞ് 3 ഉള്ളി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. മത്തങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. തവി കൊണ്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നല്ലൊരു ഒഴിച്ചുകറിയാണിത്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. തിളച്ച് വരട്ടെ. കറിയിലേക്ക് താളിക്കാൻ ആവശ്യമായ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് തിരക്കായിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. വറവൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പളങ്ങ തോരൻ ഉണ്ടാക്കാം. തോരന് ആവശ്യമായ കപ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ തേങ്ങ, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് മിക്സ്, നമ്മൾ തോരൻ്റെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഇടുകയാണ്. കടുക് പൊട്ടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ മുളകും ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങി. തീ കുറച്ചിട്ട് അടച്ചിട്ട് വേവിക്കാം. ഇത് വന്നതിന് ശേഷം ഇളക്കി കൊടുക്കാം. തുറന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് 2 ഇലയും കൂടെ പൊരിച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ വെട്ടി മസാലയെല്ലാം പുരട്ടി വെച്ചേക്കുന്നതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് പുരട്ടി വെച്ചേക്കുന്നതാണ്. തോരൻ റെഡിയായിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. മീൻ്റെ പീസ് ഇട്ട് അടച്ച് വെച്ച് കൊടുക്കാം.